പുലികളി സംഘങ്ങൾക്ക് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ധനസഹായം വൈകാൻ കാരണം സംസ്ഥാന സർക്കാർ. കേന്ദ്ര സർക്കാർ ധനസഹായം നൽകുന്നതിന് വേണ്ടിയുള്ള അനുമതി നൽകിയിട്ടും സംസ്ഥാനം നടപടിയെടുക്കുന്നില്ല. തൃശൂരിലെ പുലികളി സംഘങ്ങൾക്ക് 3 ലക്ഷം രൂപ വീതമായിരുന്നു കേന്ദ്രം പ്രഖ്യാപിച്ചത്. കേന്ദ്ര ടൂറിസം മന്ത്രാലയം തൃശൂരിലെ ഓരോ പുലികളി സംഘങ്ങൾക്കും 3 ലക്ഷം രൂപ വീതവും സൗത്ത് സോൺ കൾച്ചറൽ സെന്റർ ഓരോ ലക്ഷം രൂപയുമാണ് ഓരോ സംഘങ്ങൾക്കും അനുവദിച്ചത്. ഇതിൽ ഓരോ ലക്ഷം രൂപ വീതമുള്ള കൾച്ചറൽ സെന്ററിന്റെ പണം എല്ലാ പുലികളി സംഘങ്ങൾക്കും ഇതിനോടകം തന്നെ ലഭ്യമായിട്ടുണ്ട്. എന്നാൽ കേന്ദ്ര സർക്കാർ അപ്രൂവൽ നൽകിയ 3 ലക്ഷം രൂപ വീതമുള്ള ധനസഹായമാണ് പുലികളി സംഘങ്ങൾക്ക് ലഭിക്കാനുള്ളത്. കേന്ദ്ര സർക്കാർ അപ്രൂവൽ നൽകിയിട്ടും പുലികളി സംഘങ്ങൾക്ക് പണം വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ തയ്യാറാവാത്തതാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം. കേന്ദ്ര സർക്കാർ അപ്രൂവൽ നൽകുമ്പോൾ ആ പണം വിതരണം ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരാണ്. പണം നൽകിയ ശേഷം അതിന്റെ രേഖകൾ ജില്ലാ കളക്ടർ വകുപ്പ് മേധാവിക്ക് നൽകുമ്പോഴാണ് ആ പണം കേന്ദ്ര സർക്കാരിൽ നിന്നും സംസ്ഥാന സർക്കാരിന് ലഭിക്കുന്നത്. കേന്ദ്രം അപ്രൂവൽ നൽകിയ പണം രാഷ്ട്രീയ രാക്കോടുകൂടി സംസ്ഥാനത്ത് തടഞ്ഞു വെച്ചിരിക്കുന്നുവെന്ന് BJP ആരോപിച്ചു. ബഹുമാനായിട്ടുള്ള സുരേഷ് ഗോപി മന്ത്രിക്ക് അദ്ദേഹത്തിൻ്റെ മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ. സ്വാഭാവികമായിട്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ സുരേഷ് ഗോപിക്ക് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് നേരെ കടലാസിൽ കാശ് എടുത്തു കൊണ്ടുവന്ന് നേരെ പുലിക്കളി സംഘങ്ങൾക്കാണ് വിതരണം ചെയ്യാൻ സാധ്യമാവില്ല. അതിന് സിസ്റ്റമുണ്ട്, ആ പ്രൊസീജിയറുണ്ട്. പ്രൊസീജിയർ എങ്ങനെയാണ്? ത്രൂ സ്റ്റേറ്റ് ഗവൺമെൻറ്, ത്രൂ കളക്ടർ, അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. കേന്ദ്ര സർക്കാരിന് ആ വിഹിതം ഉറപ്പ് കൊടുത്തു. കാശ് 4 ലക്ഷം രൂപ വെച്ച് പാസ്സാക്കിയിരിക്കുന്നു. ആ കാശ് സംസ്ഥാന സർക്കാർ വഴി കളക്ടർ വഴി തന്നെയാണ് കൊടുക്കാൻ സാധ്യമാവുള്ളൂ. അത് കൃത്യമായി എത്തിക്കേണ്ട ഉത്തരവാദിത്തമുള്ള സംവിധാനം എന്ന് പറഞ്ഞാൽ സംസ്ഥാന സർക്കാർ അത് എത്തിച്ചിട്ടില്ല എങ്കിൽ പുലിക്കളി സംഘങ്ങൾ കളക്ടറുടെ അടുത്തെത്തണം, സംസ്ഥാന സർക്കാരിൻ്റെ അടുത്തെത്തണം. കേന്ദ്ര സർക്കാർ ആദരണീയ MP-യുടെ നേതൃത്വത്തിൽ, അദ്ദേഹം ടൂറിസം മന്ത്രിയാണ്, അദ്ദേഹം ഒരു ഭംഗിയായിട്ടുള്ള ഒരു കാര്യം പുലിക്കളി സംഘങ്ങളെ ബഹുമാനിച്ചുകൊണ്ട് ചെയ്തിട്ടുള്ളൊരു കാര്യം, ആ ധനസഹായം ഇവരിലേക്ക് എത്തിച്ചിട്ടില്ല എങ്കിൽ പരിപൂർണമായിട്ട് വലിയ കൃത്യവിലോപമാണ് നടത്തിയിരിക്കുന്നത്. പുലികളി സംഘങ്ങൾക്ക് ധനസഹായം അനുവദിക്കുന്നത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിനെ തുടർന്നാണ് കേന്ദ്ര സർക്കാർ ഓരോ പുലികളി സംഘങ്ങൾക്കും 3 ലക്ഷം രൂപ വീതം അനുവദിച്ചത്. സുരേഷ് ഗോപി തൃശൂരിൽ നിന്ന് വിജയിക്കുന്നതിന് മുൻപ് സ്വന്തം കയ്യിൽ നിന്നും പണം ഓരോ പുലികളി സംഘങ്ങൾക്കും നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാരിന്റെ പണം ഉറപ്പായി ലഭിക്കുമെന്നും അയ്യന്തോൾ ദേശം പുലികളി സംഘ സെക്രട്ടറി സുനിൽ ഘോഷ് പറഞ്ഞു. കേരള ഗവൺമെന്റിന്റെ തന്നെ ഒരു 50,000 രൂപ ഇവരുടെ ടൂറിസം വകുപ്പിന്റെ അനൗൺസ് ചെയ്തിരുന്നു. അത് കിട്ടിയിട്ടില്ല. അതിപ്പോഴല്ല, വർഷങ്ങളായിട്ടുള്ള കുടിശ്ശിക എടുക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ആരും പറയുന്നില്ല. ഇപ്പോൾ ഈ ഫണ്ട് നമുക്ക് കിട്ടില്ല, അതിൽ 100% കിട്ടും. 100% കിട്ടുന്നതാണ് എല്ലാ പുലിക്കളി സംഘങ്ങളുടെയും പ്രതീക്ഷ. പണം ലഭിക്കുന്നതിൽ കാലതാമസം രാഷ്ട്രീയ പ്രേരിതമായി സൃഷ്ടിക്കുന്നതാണെന്ന് ഇതിനോടകം തന്നെ ആരോപണം ഉയർന്നിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി പ്രഖ്യാപിച്ച ധനസഹായം പുലികളി സംഘങ്ങൾക്കും ഏറെ പ്രതീക്ഷ നൽകുന്നതാണ്. 3 ലക്ഷത്തിനൊപ്പം പ്രഖ്യാപിച്ച ഓരോ ലക്ഷം രൂപ ലഭിച്ചതിൽ ഏറെ സന്തോഷമെന്നും പുലികളി സംഘങ്ങൾ വ്യക്തമാക്കുന്നു. ജനം, തൃശൂർ.